ഹലോ ഗൈസ്, നമ്മൾ ബൊഗൻവില്ലകളൊക്കെ സീസൺ എന്തായാലും തീരാനായി. ഇനി ഏകദേശം ഒരു 1.5 മാസത്തോളം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി ബൊഗൻവില്ലൊന്നും കാണാൻ പോലും കിട്ടില്ല, കണി കാണാൻ പോലും. നമ്മുടെ ഹവായി വൈറ്റാണ് നമ്മളിപ്പോൾ കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ടുള്ളത്. ഇനി ഫ്ലവറിങ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ പാറ്റി പോയതാണ് ഈ ഫ്ലവറിലൊക്കെ കാണുന്നത്. എങ്ങനെയുണ്ട്? അന്ന് വാങ്ങിയൊന്ന് കുഞ്ഞി തൈയായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത് നമ്മളിത് നല്ലൊരു പോട്ടിംഗ് മിക്സും പിന്നെ നമ്മളതിൻ്റെ തൂമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നുള്ളി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ലൂസായിട്ടുള്ള സൈസ് മണ്ണുമാണ് കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് ടൈറ്റിൽ കിടക്കണ മണ്ണുമല്ല. കൊടുന്നൊന്നൊരു 3-4 പൂക്കളുള്ളായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ പൂക്കളിടുന്നുണ്ട്. ഏതിപ്പോൾ ബൊഗൻവില്ല നോക്കാറ് തന്നെ മെയിൻ പരിപാടി. ഇപ്പം എന്തായാലും കുറേയൊക്കെ ഇങ്ങനെ നോക്കാതെ മെയിൻറ്റ് ചെയ്യാതെ നിൽക്കണം, കാരണം കണ്ടാൽ അത് വാങ്ങാനുള്ള ചിന്തയിൽ. നമ്മൾ കയ്യാട്ടിയുടെ കുഞ്ഞ് പ്ലാന്റ് വാങ്ങിയതായിരുന്നു. നല്ല ഫ്ലവറിങ് വരുന്നുണ്ട്, മുട്ടുകളും എല്ലാം ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. കയ്യാട്ട നമ്മൾക്ക് ഫസ്റ്റ് ടൈം കുഞ്ഞ് തൈ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ സീഡ്ലിങ്സ് വാങ്ങിയതായിരുന്നു. എത്രത്തോളം വലിപ്പമുള്ള കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്കെന്നെ നോക്കുമ്പോൾ മനസ്സിലാവണില്ലേ. നിറയെ മുട്ടുകളും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മഴ പാറിയ അടയാളമാണ് ഈ ചെടിയിലും പൂക്കളിലൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് മഴ കൊള്ളാനും അങ്ങ് മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടർന്ന നല്ല വെരിഗേഷൻ വന്നതുകൊണ്ട് വെരിഗേഷൻ വരാത്തതും ഉണ്ട് കേട്ടോ. ഒരു കമ്പ് മുഴുവൻ യെല്ലോ കളറാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല നമ്മളിത് ചെറുതായിട്ടൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിനു. ഒന്ന് ഫെയിലായിട്ടുണ്ട്, ഒന്ന് സക്സസ് ആയിട്ടുണ്ട്. നടർന്നയുടെ ഒരു കമ്പാണ്, ഫുൾ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത്. കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത് ചെറിയൊരു സങ്കടം, അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഉള്ള സങ്കടം. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, എങ്കിലും അടിപൊളിയാണ്. ഇതൊരു പൂവാണ്, ഫുള്ള് നല്ല ഡിഫറെൻറ്റ് കണ്ടില്ലേ. ഒരു ഇതുള്ള ഫുള്ള് യെല്ലോയും ബാക്കി 2 കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൊഗൻവില്ലകളിലൊക്കെ ചിലതിലൊക്കെ പൂക്കളുടെ എല്ലാം ഒരേ ടൈമിൽ പൂക്കളിട്ടതായിട്ട് ചരിത്രമില്ല കേട്ടോ. ഇതിപ്പോൾ പൂക്കൾ വരുന്നേ ഉള്ളൂ കേട്ടോ. ചിലതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോവാറായിട്ടുണ്ട്. നമ്മുടെ ഇതിലൊക്കെ കയ്യാട്ടയിലിപ്പോൾ ചെറിയ ഫ്ലവർ വന്നിട്ടേ ഉള്ളൂ. ഇത് 2 ഏകദേശം ഒരേ ടൈമിൽ വന്ന പൂക്കളാണ് കേട്ടോ. നമ്മുടെ നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മുടെ സൂഫിയ ഇന്ത്യാനാണ്. വെരിഗേഷൻ കയറി വരുന്നതേ ഉള്ളൂ, ചെറുതായിട്ടൊരു ഇറിഗേഷനുള്ളൂ. നമ്മുടെ മഹാറാണി ഒരു വെറൈറ്റി നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്ത് അടർണയും മഹാറാണിയാണ്. അന്ന് കരുതിയത് ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള, ഇവർ 2 തന്നെ ഉള്ളൂ എന്നാണ് കരുതിയത്. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ അതൊരു ഭംഗിയാണ്. ഇത് നാടൻ വെറൈറ്റിയിലെ വൈറ്റാണ്. ഓരോന്നിൻ്റെ ഇടക്കും ഓരോ വൈറ്റ് വരുമ്പോൾ അതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയൊരു കമ്പായിരുന്നു കേട്ടോ, ഇതൊക്കെ വന്നതാണ്. ഒരു ചെറിയൊരു എണീക്കാൻ വയ്യാത്തൊരു കമ്പായിരുന്നു. നമ്മളത് ഒറ്റക്ക് മാറ്റി നട്ട് വേറെ വെച്ച് പിടിപ്പിച്ചാണ് 3 തൈ വൈറ്റ് ഉള്ളതിന് സെപ്പറേറ്റ് എടുത്താണ് കേട്ടോ. അന്ന് വിചാരിച്ചിരുന്നു ഇത് പോയിക്കാരെന്ന്, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് വെറും വെയിലത്താണ് നമ്മളത് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ നല്ല തോണ്ടി നിരഞ്ഞെടുത്ത് സെപ്പറേറ്റ് തണലിൽ കൊണ്ട് വെച്ചതായിരുന്നു. ഇന്ന് നമ്മളെ ഇതാണ് ചില്ലി ഐസ്ക്രീമാണ്. ചില്ലി ഐസ്ക്രീമിൽ ഫസ്റ്റ് ഫ്ലവറൊക്കെ പോയി, 2ാമത്തെ ഫ്ലവർ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ചില്ലി റെഡാണ് തോന്നുന്നതാണ്, ചില്ലി റെഡ്. ഫ്ലവർ വരാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. നമ്മളിതിൻ്റെ തൂമ്പൊക്കെ നുള്ളിയതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതില്ലേ, ഇതിന് 2ാമത്തെ ഫസ്റ്റ് പൂ വിരിഞ്ഞാണ് ചില്ലി ഐസ്ക്രീം. പൂവ് ഇത് വിരിഞ്ഞതിൻ്റെ ശേഷം, അതായത് റൂബി റെഡ് വിരിഞ്ഞതിൻ്റെ ശേഷമാണ് അത് വീണ്ടും വിരിഞ്ഞത്. അത് കൊഴിഞ്ഞു പോയി, അടുത്തും വിരിയുന്നുണ്ട്. എന്ത് തന്നെ കാട്ടിയിട്ടും പിക്കൊക്കെ നോക്കിയിട്ട് ഓരോ ഫ്ലവർ പിടിച്ചിട്ട് കേട്ടോ. നല്ല കട്ട് ചെയ്ത് നമ്മൾ പറിച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നെറ്റിങ്ങനെ നോക്കൊണ്ട് ഇങ്ങനെ അമർത്തിയെടുക്കണം. അല്ലാതെ ഒന്നും ഇതിമൊന്നും ഒരിട്ടൊന്നും പോന്നിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. നമ്മളെങ്ങനെ വലിച്ചെടുത്താലും അത്രയ്ക്ക് നല്ല ഇതാണ് ഇതിനുള്ളത്. ബാക്കിയുള്ള എല്ലാ ചെടികളും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സെക്യൂറൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ല, എങ്ങനെ വലിച്ചിട്ടും പോരുന്ന പരിപാടിയൊന്നുമില്ല. കുലുക്കി മറിച്ചാലും ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു പോവില്ല. ഇത് ഇങ്ങനെ നമ്മൾ എടുത്തിടണം, എങ്കിലാണ് ഇനി അടുത്ത ഫ്ലവർ വരുള്ളൂ എന്ന് തോന്നുന്നത്.
അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മുതലായിട്ടുണ്ട് ഇത് ഫ്ലവർ വരുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എല്ലാ വീഡിയോൻ്റെ എൻട്രി ഇവനായിരുന്നു താരം. അപ്പോൾ നമ്മുടെ സക്കുറൊക്കെ നല്ല ഭംഗിയായിട്ട് മുതലായിട്ടുണ്ട് പറഞ്ഞാൽ ഒരു കുഞ്ഞു തൈനും നല്ല വില കൊടുക്കണം കേട്ടോ. കുറഞ്ഞൊരു കുഞ്ഞു തൈന് 1300 കുറഞ്ഞതൊന്നും ഇതില്ല. ചെറിയ കുഞ്ഞു തൈ വരുന്ന പോലും ഇല്ല. അത്രയ്ക്കും. അപ്പോൾ ഈ ഒരു അത്യാവശ്യം ഇപ്പോൾ അതിൻ്റെ ശേഷം നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ നല്ല റേറ്റ് വരും കേട്ടോ. കണ്ടില്ല നല്ല ഭംഗിയായിട്ടൊരു ബേബി പിങ്കറിൻ്റെ ഒരു ടെക്സ്ചറാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാത്തിൻ്റെ ഇടയിലും ജസ്റ്റ് വെറുതെ ഒരു വൈറ്റ് വെച്ച് കൊടുത്തിട്ടാണ്. കണ്ടില്ല ഒരു നല്ല ഒരു നമ്മളെ നിലവും ഇതും ഒരുപോലെ കളറായിട്ടാണ് വലിയൊരു ലുക്ക് തോന്നാത്തത്. നമ്മുടെ ബൊഗൈൻവില്ല വിരിഞ്ഞിരിക്കുമ്പോൾ ഏത് തരം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതും ഒക്കെ പാടാണ്. ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ നല്ല വിജയം കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ലല്ല, നമ്മളൊരു 10 വെച്ചിലൊരു 5 പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. 10 എന്നല്ല, നമ്മൾ നല്ല പരീക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്ന് പിടിക്കണേ ഒന്ന് പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇത് 2 വെച്ചിൽ 1 പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ 2 ചെടിയിലും ഓരോ ഗ്രാഫ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുതലായി. അതെ, ഒന്നെങ്കിൽ ഒന്ന് പിടിച്ചാൽ തന്നെ നമുക്ക് മുതലായി. കാരണം നമ്മളതിൻ്റെ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു കിട്ടിയൊരു ഇതാണ്, പിടിച്ചതാണ്. ഇതും കണ്ടില്ല, ഇതും അങ്ങനെ പിടിച്ച് കിട്ടിയതാണ്. ഏതാണെന്ന് വലിയ ഐഡിയ ഇല്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ മറന്നു. ഇയാളാണ് അയാൾ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്ലെയിം റെഡാണ്, രക്ഷയില്ല. നമ്മൾ നല്ല ഹാങ്ങിങ് മോഡലാക്കിയാണ്ട് ഇവിടെ തന്നെ സെറ്റാക്കി തന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഹാങ് ചെയ്യിപ്പോയും ചെയ്തോളും, അല്ലാത്തത് അവിടെ അങ്ങനെയും പോയിക്കോളും എന്ന് കരുതിയിട്ട് അങ്ങ് സെറ്റാക്കി വിട്ടതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്.